നമസ്കാരം. അനൂസാണ്. അപ്പോൾ ഞാനിന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന ഒരു കിടിലൻ ലൊക്കേഷനിലേക്കാണ്. ഒരുപാട് മലയാള സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും. ഈ ലൊക്കേഷൻ ബാലേട്ടൻ, മീശ മാധവൻ, സദാനന്ദൻ്റെ സമയം, തിളക്കം, കുട്ടമ്പിള്ളയുടെ ശിവരാത്രി, അങ്ങനെ ഒരുപാട് സിനിമകൾ ഈ ലൊക്കേഷനുണ്ട്. ഈ ലൊക്കേഷൻ എവിടെയെന്ന് വെച്ചാൽ പാലക്കാട് ജില്ലയിലെ മങ്കരയിലാണ്. റെയിൽവേ ട്രാക്കിനോട് ചേർന്നിട്ട് തന്നെയാണ് ഈ വീട് വരുന്നത്. ഇത് ബാലേട്ടൻ എന്ന് പറഞ്ഞ മൂവിയിൽ കിടിലൊരു രംഗമാണ്. നമ്മുടെ ലാലേട്ടനും നെടുമുടി ചേട്ടനൊക്കെ തകർത്ത് അഭിനയിച്ചൊരു സിനിമയാണ്. സദാനന്ദൻ്റെ സമയത്തിൽ നമുക്ക് ഈ വീട് കാണാൻ പറ്റും. നമ്മൾ ദിലീപ് ഏട്ടനും സിദ്ദീഖ് കേക്ക് തകർത്ത് അഭിനയിച്ച സിനിമയാണ്. ഈ വീടിൻ്റെ മുൻവശം തന്നെയാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ മുമ്പിലൂടെയാണ് ദിലീപ് ഏട്ടൻ വരുന്നത്. ബാക്കിൽ ട്രെയിനൊക്കെ പോകുന്ന കിടിലൻ രംഗം കാണാൻ പറ്റും. ഇപ്പോഴും ഈ വീട് അതേപോലെ തന്നെയാണ് അവർ പരിപാലിച്ച് കൊണ്ടുവരുന്നത്. നമ്മൾ സിദ്ദീഖാൻ്റെ ഒരു രംഗമാണത്. സിദ്ദീഖ് മായ ചേച്ചിയായിട്ടുള്ള രംഗമാണ്. ഈ വീടിൻ്റെ സൈഡിൽ തന്നെയാണ് ഇത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോഴും പഴമ സൂക്ഷിച്ചു പോരുന്നൊരു കിടിലൻ വീടാണ് ഈ വീടെന്ന് പറയുന്നത്. റെനോവേഷനും കാര്യങ്ങളൊക്കെ അവർ അടിപൊളിയായി ചെയ്യുന്നുണ്ട്. നമ്മൾ തിളക്കം സിനിമയിലെ കാവ്യമാധവനും ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ നമ്മളൊരു രംഗമാണ്. അപ്പോൾ ഈ വീടിൻ്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെ കേട്ടോ ഇതും ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഈ തൊഴുത്തും കാര്യങ്ങളൊക്കെ ഏകദേശം പൊട്ടിപ്പൊള്ളെങ്കിലും ഏകദേശം അതുപോലെ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് ട്രെയിൻ വരുന്നതൊക്കെ കാണാൻ പറ്റും. നമ്മൾ ബാലേട്ടൻ സിനിമയിൽ നമ്മളെല്ലാവരെയും കണ്ണീരണിയിക്കുന്ന ഒരു സോങ്ങാണിത്. അപ്പോൾ നെടുമുടി ചേട്ടൻ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ മുറ്റത്ത് വെച്ചിട്ട് തന്നെയാണ് ഈ സോങ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. രാത്രിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗിയൊക്കെ കിടലിനായിട്ട് സംവിധായകൻ ഒപ്പിയെടുത്തിട്ടുണ്ട്. ഈ വീട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ ഷൂട്ടിംഗ് സമയത്ത് ഇവർ താഴത്ത് മാത്രം ഷൂട്ടിങ്ങിന് കൊടുക്കും, മുകളിൽ അങ്ങനെ കൊടുക്കാറില്ല. ആ സമയത്ത് തന്നെ ഇവർ മുകളിൽ താമസിക്കുകയാണ് ചെയ്യാറുള്ളത്. ഈ വഴിയൊക്കെ ഇപ്പോഴും അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ തൊഴുത്താണെങ്കിലും എല്ലാം അതേപോലെ തന്നെയാണ് അവർ പരിപാലിച്ച് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ സമയത്ത് ഒരു ട്രെയിൻ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ കാട് പിടിച്ചിറക്കൊണ്ട് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റില്ല. സദാനന്ദൻ്റെ സമയം എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു ഹാസ്യ രംഗമാണിത്. ഈ വീട്ടിൻ്റെ ഭാഗമൊക്കെ ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഇവർ അടിപൊളിയായിട്ട് തന്നെയാണ് ഇവർ ഈ വീടിനെ കൊണ്ടുപോകുന്നത്. നമുക്ക് ഈ വീടിൻ്റെ മുമ്പൊക്കെ നമുക്ക് മീശ മാധവൻ നമ്മൾ ഈ രംഗത്തിൽ നമ്മൾ അടിപൊളിയായി കണ്ടിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ചിരിച്ചൊരു രംഗമാണ്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നൊരു ബൈ.